പ്രജ്വൽ രേവണ്ണയുടെ ശിക്ഷാവിധി ശരിവെച്ച് കർണാടക ഹൈക്കോടതി. ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച വിചാരണ കോടതി ഉത്തരവിനെതിരെയാണ് പ്രജ്വൽ രേവണ്ണ ഹൈക്കോടതിയെ സമീപിച്ചത്. പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ രജിസ്റ്റർ ചെയ്ത 4 കേസുകളിൽ 3 കേസുകളിൽ കൂടി ഇനി വിധി വരാനുണ്ട്. കെ.വി. ശ്രീധരനുണ്ട്. ശ്രീധരൻ, പ്രജ്വലിന് ഹൈക്കോടതിയിലും തിരിച്ചടി ഉണ്ടാകുന്നു. എന്താണ് വാദങ്ങൾ നിരത്തിയത്? എന്തൊക്കെയായിരുന്നു? തിരിച്ച് സർക്കാരിന് വേണ്ടി, പ്രോസിക്യൂഷന് വേണ്ടി എന്തൊക്കെയാണ് വാദങ്ങളായി വന്നത്? പ്രജീഷ്, ഹോളെ നരസിംഹപുര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് പ്രജ്വൽ രേവണ്ണ നിലവിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അദ്ദേഹത്തിനെതിരെ ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തത്. വിചാരണ കോടതി, ജനപ്രതിനിധികൾക്കായുള്ള പ്രത്യേക കോടതിയാണ് ഈ ശിക്ഷ വിധിച്ചത്. ഏതായാലും ഇതിനെതിരെയാണ് പ്രജ്വൽ രേവണ്ണ കർണാടക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. ഏതായാലും ഈ ഡിവിഷൻ ബെഞ്ച് ഇദ്ദേഹത്തിന്റെ ശിക്ഷാവിധി അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള ശിക്ഷ അത് ശരിവെക്കുകയാണ്. ഇത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രജ്വലിന്റെ ഹർജി തള്ളുകയും ചെയ്തു. ജാമ്യം നൽകണമെന്നുള്ള ആവശ്യം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. ഇതും തള്ളുകയാണ് ചെയ്തത്. ഏതായാലും പ്രജ്വലിനെതിരെ ഉള്ള കുറ്റങ്ങളെല്ലാം തെളിയിക്കാൻ പ്രോസിക്യൂഷനായി എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഹൈക്കോടതിയും ഡിവിഷൻ ബെഞ്ചും നടത്തിയത്. ഏതായാലും ശിക്ഷയിൽ പുനഃപരിശോധന ആവശ്യമില്ല എന്നുള്ള നിലപാടെടുത്തിരിക്കുന്നു. മറ്റ് 3 കേസുകൾ കൂടി അദ്ദേഹത്തിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഉള്ള ഈ ശിക്ഷ വിധിച്ച കേസ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ജോലിക്കാരിയായിരുന്ന, ഫാം ഹൗസിലെ ജോലിക്കാരിയായിരുന്ന വീട്ടമ്മയെ പീഡിപ്പിച്ചു, ദൃശ്യങ്ങൾ പകർത്തി എന്ന കേസിലാണ് അദ്ദേഹത്തിനെതിരെ ശിക്ഷ വിധിച്ചത്. അതുപോലെ മറ്റ് 2 കേസുകൾ കൂടി ബലാത്സംഗ കുറ്റം നിലനിൽക്കുന്ന കേസുകളുണ്ട്. അതോടൊപ്പം തന്നെ IT ആക്ട് അനുസരിച്ചുള്ള മറ്റൊരു കേസുകൾ കൂടി അന്വേഷണം നടക്കുന്നുണ്ട്. ഏതായാലും ഇതെല്ലാം കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, കെ.വി. ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. പ്രജ്വൽ രേവണ്ണയ്ക്ക് എതിരായ ശിക്ഷാവിധി ഹൈക്കോടതിയും ശരിവെച്ചു.